ഹലോ ഗൈസ്, അപ്പം വൈകിട്ടൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈദയൊന്നും ഇല്ലാതെ നമ്മുടെ അയ്യത്തൊക്കെ കാണുന്ന ചീരയില വെച്ച് നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കി നോക്കാമെന്ന് നോക്കാം. അപ്പോൾ അയ്യത്തൊക്കെ കാണുന്ന ഈ ഇല നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കരുത്, ഇതിൻ്റെ ഇല മാത്രം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയും ഉപ്പിട്ട് കൊടുത്ത്, ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വേണം എല്ലാം ചേർക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കണം. വെള്ളം കൂടിപ്പോവരുത്, കാരണം ഇലക്കകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. കടലമാവൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ അത് ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇല ഇങ്ങ് മുക്കിയെടുക്കാം. അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വേണം എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇലയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല കറുമുറായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.